സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ചെറിയ ചരിത്രം പറഞ്ഞിന്നത്തെ വാല് നിർത്തുന്നു. രണ്ടരക്കപ്പുറം പോകൂല. അതിന്റെ ഉള്ളിൽ നമുക്കിവിടുന്ന് പിരിയണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരു ചെറിയ ചരിത്രം പറയട്ടെ മുസ്ലിമേ. റമളാനിൽ കാത്തു സൂക്ഷിച്ച ആത്മീയമായ ചൈതന്യം റമളാനിന് ശേഷവും നിലനിർത്തണം. പള്ളി മറക്കരുത്, ഖുർആനോത്ത് മറക്കരുത്. റമളാനിൽ ഖത്മിന് മത്സരിച്ചവരാണ് ഞാനും നിങ്ങളും. എന്നാൽ റമളാന് കഴിഞ്ഞാലും ഖത്മ് മറന്നു പോകരുത്, ഖുർആനോത്ത് മറന്നു പോകരുത്. റമളാനിൽ പള്ളിയിൽ ഹദ്ദാദിന് എത്തിയവരായിരുന്നു ഞാനും നിങ്ങളും. റമളാനിന് ശേഷവും ഹദ്ദാദ് ഉള്ളതാണ്. ആ ഹദ്ദാദ് മറന്നു പോകരുത്. എന്നിട്ട് അല്ലാഹുവിലേക്ക് എത്തിച്ചേരാൻ ശ്രമിക്കണം. അതാണ് ഞാൻ എന്റെ ഇന്നത്തെ വാദിന്റെ തുടക്കത്തിൽ ഓതി കേൾപ്പിച്ച ആയത്ത്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്. ഈമാനുള്ള എന്നെയും നിങ്ങളെയും വിളിച്ചിട്ട് അല്ലാഹു പറഞ്ഞില്ലേ, ഓ ഈമാനുള്ള ജനങ്ങളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. എന്നിട്ട് എന്റെയും നിങ്ങളുടെയും ചങ്കിൽ തറക്കുന്ന ഒരു ചോദ്യമാണ് അല്ലാഹു ചോദിക്കുന്നത്. വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്. എല്ലാവരും ഒന്ന് ചിന്തിക്കട്ടെ, നാളേക്ക് വേണ്ടി എന്തുണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് ആലോചിക്കട്ടെ. ഏത് നാളെയുടെ വർത്തമാനമാണ് പറയുന്നത്? ഈ പ്രസംഗിക്കുന്ന നൗഫലിനും ഒരു നാളെയുണ്ട്. നൗഫലിന്റെ പ്രസംഗം കേൾക്കുന്നവർക്കൊരു നാളെയുണ്ട്. അത് എപ്പോഴാണ്? അത് സെക്കൻഡുകൾക്ക് ശേഷമാണോ അറിയില്ല. ഇന്നും അസർ നിസ്കാരത്തിന് ശേഷം ഉള്ളാളത്തൊരു പള്ളിയിൽ പ്രസംഗം ഏറ്റിട്ടുണ്ട്. മഗ്‌രിബിന്റെ സമയത്ത് ഫ്ലൈറ്റിൽ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. നാളെ തമാമിലെത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാം ശരിയാണ്. പക്ഷേ മിനിറ്റുകൾക്ക് ശേഷമുള്ള എന്റെ തീരുമാനം എന്താണെന്നറിയില്ല. മണിക്കൂറുകൾക്ക് ശേഷം എന്താണെന്നറിയില്ല. നിങ്ങളുടേതും എന്താണെന്നറിയില്ല. അങ്ങനെയുള്ള ഒരു നാളെ എനിക്കുണ്ട്. അത് എന്റെ ഖബറിലാണ് കേട്ടോ. UK-യിലേക്ക് എനിക്കൊരു വിസ കിട്ടിയപ്പോൾ അതിനൊരു വാലിഡിറ്റി ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന ദിവസം തിരിച്ചു വരാൻ അതിലുണ്ടായിരുന്നു. വീണ്ടും പോകാനുള്ള വഴിയുണ്ടായിരുന്നു, വീണ്ടും വരാനുള്ള വഴിയുണ്ടായിരുന്നു. എന്നാൽ ഖബറിലെത്തിയാലോ, അതെ, അവിടെ എപ്പോഴാണ് മടങ്ങുന്നതെന്ന വാലിഡിറ്റി ഇല്ല. റബ്ബ് നിശ്ചയിച്ചൊരു ദിവസമുണ്ട്, അന്നല്ലാതെ മടക്കമില്ല. അത് മണിക്കൂറുകളല്ലല്ലോ മുസ്ലിമേ, ആഴ്ചകളല്ലല്ലോ മുസ്ലിമേ, മാസങ്ങളല്ലല്ലോ മുസ്ലിമേ, വർഷങ്ങളല്ലല്ലോ മുസ്ലിമേ. എത്രയാണെന്ന് ഒരു ഇമിഗ്രേഷനുകാരനും അറിയില്ല, ഒരു എംബസിക്കാരനും അറിയില്ല, ഒരു വിസ സ്റ്റാമ്പിംഗ് ചെയ്യുന്നവനും അറിയില്ല. ആ നാളെയാണ് ഖുർആനും പേടിച്ചത്. അത് എന്റെ ഖബറിലുള്ള നാളെയാണ്, നിങ്ങളുടെ ഖബറിലുള്ള നാളെയാണ്. ആ നാളേക്ക് വേണ്ടി ഞാൻ എന്തുണ്ടാക്കി വെച്ചിട്ടുണ്ട്, ആ നാളേക്ക് വേണ്ടി നിങ്ങൾ എന്തുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അബ്ദുല്ലാഹ് ഇബ്നു ഇദ്രീസ് റളിയല്ലാഹു അൻഹു. ഇപ്പൊ ഇവിടെ ചരിത്രം പറയാൻ നേരമില്ല, ഞാൻ അതങ്ങ് പറഞ്ഞു നിർത്തട്ടെ. മഹാനവരുകൾ മരിക്കാനടുക്കുന്നു. പ്രിയപ്പെട്ട മകൾ മരിക്കാനടുക്കണ. പിതാവിന്റെ അരികിൽ വന്ന് നിൽക്കുന്നു പൊന്നുമോൾ. ആ മകള് വല്ലാതെ കരയുകയാണ്. പാപ്പ മരിക്കാൻ കിടക്കുമ്പോ മകള് കരയാതിരിക്കുമോ? ആ മകൾ ഇങ്ങനെ തേങ്ങിക്കരയുമ്പോ ബാപ്പ ചോദിച്ചു, അല്ല മോളെ, എന്തിനാണ് കരയുന്നത്? അബ്ദുല്ലാഹ് ഇബ്നു ഇദ്രീസ് തങ്ങൾ പറയാണ്, മോളെ, അതെ ബാപ്പ. മകൾ ബാപ്പനോട് പറയാണ്, ബാപ്പ ഞങ്ങളെ വിട്ടുപോവല്ലേ,
ഞങ്ങളെ കൂടെയുണ്ടായിരുന്ന ബാപ്പ, ഞങ്ങളെ എല്ലാമായ ബാപ്പ, ഇനി ആ ബാപ്പാനെ ഞങ്ങൾക്ക് കാണാനുണ്ടോ? ഇനി ആ ബാപ്പാന്റെ കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനുണ്ടോ? ഇനി ഞങ്ങൾ ബാപ്പ എന്ന് വിളിച്ചാൽ എന്താ മോളെ, എന്താ കുഞ്ഞേ എന്ന് തിരിച്ചിങ്ങോട്ട് ബാപ്പ പറയുന്നത് അത് കേൾക്കാനില്ലല്ലോ ബാപ്പ. ഇതെല്ലാം അവിടുന്ന് പറയുമ്പോഴാണ് അബ്ദുല്ലാഹി ഇബ്നു ഇദ്രീസ് തങ്ങൾ പറയാണ്, മോളെ എന്നെ ഓർത്ത് നിങ്ങൾ ആരും കരയേണ്ടതില്ല, നിങ്ങൾ നിങ്ങളെ ഓർത്തിട്ട് കരഞ്ഞാ മതി. കാരണം ഞാൻ എന്റെ ഖബറിന് വേണ്ടി ഒരു വലിയ സമ്പാദ്യമുണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നെ ഉണർത്തി ചിന്തിപ്പിക്കുന്നതായിരിക്കണം ഈ ചരിത്രം, നിങ്ങളെ ഉണർത്തി ചിന്തിപ്പിക്കുന്നതായിരിക്കണം ഈ ചരിത്രം. മകള് ചോദിച്ചു, അല്ല ബാപ്പാ, ബാപ്പാന്റെ ഖബറിലേക്ക് ബാപ്പ ഉണ്ടാക്കി വെച്ച സമ്പാദ്യം എന്താണ്? ബാപ്പ വീട്ടിൽ ഒരു പില്ലറുണ്ടാടിരുന്നു, വീട്ടിൽ ഒരു തൂണുണ്ടാടിരുന്നു. ആ തൂണ് കാണിച്ചിട്ട് പറഞ്ഞു, മോളെ ഈ തൂണ് നിനക്ക് പരിചയമുണ്ടോ? ഇത് ഞങ്ങളെ വീട്ടിലെ പില്ലറാണല്ലോ, ഞങ്ങളെ വീട്ടിലെ തൂണാണല്ലോ. എന്നാൽ ഈ തൂണിനൊരു കഥ പറയാനുണ്ട് മോളെ, ഈ കമ്പത്തിനൊരു ചരിത്രം പറയാനുണ്ട് മോളെ. മോള് ചോദിച്ചു, എന്താണ് ബാപ്പ? അബ്ദുല്ലാഹി ഇബ്നു ഇദ്രീസ് തങ്ങൾ പറയാണ്, മോളെ എന്റെ ഖബറിന് വേണ്ടിയിട്ടുള്ള സമ്പാദ്യം ഈ തൂണിലേക്ക് ചാരിയിരുന്നിട്ടാണ് ഞാനതാ ചെയ്തു വെച്ചിട്ടുള്ളത്. വെള്ളിയാഴ്ച വന്നാൽ ചാരിയിരിക്കാൻ മാത്രമല്ല, ജമാഅത്തിന് വന്നാൽ ചേർന്ന് ഇരിക്കാൻ മാത്രമല്ല, ഇത് എന്റെ പള്ളിയിലെ തൂണല്ലല്ലോ മോളെ, എന്റെ വീട്ടിലെ പില്ലറാണല്ലോ. ഈ വീട്ടിലെ തൂണിലേക്ക് ചാരിയിരുന്നു കൊണ്ടാണ് ഞാൻ എന്റെ ഖബറിലേക്ക് വലിയ സമ്പാദ്യമുണ്ടാക്കിയിട്ടുള്ളത്. പൊന്നുമോള് ബാപ്പാനോട് ചോദിക്കാണല്ല, ബാപ്പാ എന്താണ് ആ സമ്പാദ്യം, എന്താണ് ആ സമ്പാദ്യം? അപ്പോഴാണ് ബാപ്പ പറഞ്ഞത്, മോളെ ഖതംതു 4000 ഖത്മാ, മോളെ 4000 ഖത്മുകളാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ജനങ്ങളെ, ഈ റമളാൻ വിട പറയുമ്പോ എത്ര ഖത്മിന്റെ കണക്കാണ് എനിക്ക് പറയാറുള്ളത്. കാര്യമായും ഖത്മോകുന്നത് റമളാനിലാണ്. ആ റമളാനിൽ പോലും ഒരു ഖത്മിന്റെ കണക്ക് പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ, കേവലം ഒരു ഖത്മിന്റെ കണക്കാണ് പറയുന്നതെങ്കിൽ, മരിക്കുന്നതിന് മുമ്പ് എത്ര ഖത്മുകളായിരിക്കും നമുക്ക് ഓതി തീർക്കാൻ കഴിയുന്നത്? അബ്ദുല്ലാഹി ഇബ്നു ഇദ്രീസ് തങ്ങൾ പറയാണ്, മോളെ എന്റെ വീട്ടിലെ ഈ തൂണിലേക്ക് ചാരി ഇരുന്നിട്ട് ഞാനതാ 4000 ഖത്മ് ഓതി തീർത്തിട്ടുണ്ട്. 4 അല്ല, 40 അല്ല, 400 അല്ല, 4000 ഖത്മ് ഓതി തീർത്തിട്ടുണ്ട്. അതെല്ലാം എന്റെ ഖബറിലേക്ക് ഞാൻ ഉണ്ടാക്കി വെച്ചതാണ് മോളെ. അവരെല്ലാം ഉണ്ടാക്കി വെച്ചു. ഇനി ഞാനും നിങ്ങളുമാണ് ചിന്തിക്കേണ്ടത്, എന്റെ നാളെയുടെ ഖബർ ജീവിതത്തിന് വേണ്ടി ഞാൻ എന്തുണ്ടാക്കി വെച്ചു? അതാണ് ഖുർആനിൽ അല്ലാഹ് പറഞ്ഞത്, വൽ തൻദുറു നഫ്സും മാ ഖദ്ദമത് ലിഗദ് വത്തഖുല്ലാഹ്. അതുകൊണ്ട് സമയം വേസ്റ്റ് ചെയ്യാതെ അല്ലാഹനെ പേടിച്ച് ജീവിച്ചോളണോ എന്ന് മാത്രം ഞാൻ എന്നോടും നിങ്ങളോടും പറഞ്ഞ് തങ്ങൾ പറഞ്ഞില്ലേ? റമളാനിന്റെ അവസാനത്തെ രാത്രിയായാൽ കരയാൻ മറന്നു പോകരുത്. അത് മാത്രമേ എനിക്ക് നിങ്ങളോടും എന്നോടും ഇനി പറയാനുള്ളൂ. റമളാനിന്റെ അവസാനത്തെ രാത്രിയായാൽ കരയാതിരിക്കരുത്. കാരണം ബക്കത്തി സമാവാതു വൽ അർളു, ആകാശം കരയുന്ന രാവാണ് റമളാനിന്റെ അവസാനത്തെ രാത്രി, ഭൂമി കരയുന്ന രാവാണ് അവസാനത്തെ
റമളാനത്തിന്റെ രാത്രി. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, നബിയേ, എന്തിനാണ് റമളാനിന്റെ അവസാനത്തെ രാത്രി ആകാശം കരയുന്നത്, ഭൂമി കരയുന്നത്? ഹബീബായ തങ്ങൾ പറഞ്ഞു, മുസീബത്തൻ ലി ഉമ്മത്തി, എന്റെ ഉമ്മത്തിന്റെ മുസീബത്ത് ഓർത്തിട്ടാണ്. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, എന്ത് മുസീബത്താണ് നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം? ഹബീബായ തങ്ങൾ പറഞ്ഞു, ദഹാബു റമളാൻ, റമളാൻ വിട പറയുക എന്നത് എന്റെ ഉമ്മത്തിന്റെ മുസീബത്താണ് സ്വഹാബത്തേ. എങ്കിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി ആകാശം കരയുന്നുവെങ്കിൽ, ഭൂമി കരയുന്നുവെങ്കിൽ, മലക്കുകൾ കരയുന്നുവെങ്കിൽ, ഏറ്റവും കൂടുതൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി കരയേണ്ടത് ഞാനും നിങ്ങളും തന്നെയല്ലേ? അതിനു വേണ്ടി ഒരുങ്ങണമെന്ന് മാത്രം ഈ സമയം ഞാൻ എന്റെ അമ്മാറത്തായ നഫ്സിനോടും നിങ്ങളോടും